ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീക്കൽ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ലെവൽസൊക്കെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ നിഫ്റ്റിയുടെ ലെവല്. നിഫ്റ്റി കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ നിന്നല്ല, അതും POCക്ക് ഇവിടെ നിന്നല്ലാതെ ഒരു കംഫർട്ടബിളായ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഇന്നലത്തെ POCയുടെ താഴെ ആ ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ബുള്ളിഷ് റെഫറൻസിന് ഈ ഒരു ക്യാൻഡിലും ബുള്ളിഷ് റെഫറൻസ് പോയതിന് ശേഷം അതായത് 9:15 9:30 മണിക്കുള്ള ആ സമയത്ത് പീരീഡിൽ പോയതിന് ശേഷം പിന്നെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും വന്ന് തിരിച്ച് വീണ്ടും ഇറങ്ങി വീണ്ടും ബുള്ളിഷ് റെഫറൻസിൻ്റെ ഭാഗത്ത് വന്നതിന് ശേഷം വീണ്ടും തേർഡ് ടാർഗറ്റിൻ്റെ ആ ഭാഗത്തെ ഹിറ്റ്. ചുരുക്കി പറഞ്ഞാൽ കിടിലൻ ട്രേഡ് കിട്ടി. ഇന്ന് റൂമിൽ ഓൾമോസ്റ്റ് 140 പോയിന്റ്സ് നമ്മൾ 54,000 മന്ത്ലി കോളിൽ പിടിച്ചിട്ടായിരുന്നത്. അത് 350 പിടിച്ചു, 390 ഇൻട്രാഡേ ചെയ്തതിന് ശേഷം പൊസിഷണലായിട്ട് 350 പിടിച്ചത് 440 439 റേഞ്ച് 450 റേഞ്ചിന് കൊടുത്തു. 25 കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ കോസ്റ്റ് ഈ ഒരു അടിയിൽ ഇട്ടിരുന്നത് ഒന്ന് കോസ്റ്റ് അടിച്ച് തിരിച്ച് കയറിപ്പോയി. എന്നിരുന്നാൽ കൂടെ നമുക്ക് 140ഓളം പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിംഗ് കിട്ടിയായിരുന്നു. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നിഫ്റ്റി എൻ്റെ ഫസ്റ്റ് ടാർഗറ്റും കഴിഞ്ഞ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 693 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റിൻ്റെ മുകളിൽ നിങ്ങൾ വ്യക്തമായി നിങ്ങൾ നോക്കി നോക്കൂ. ഞാൻ സെക്കൻഡ് ടാർഗറ്റിന് മുകളിൽ നിഫ്റ്റിക്ക് വരച്ചിട്ടില്ലായിരുന്നു. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഭാഗത്തേക്ക് അടിച്ചവൻ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും അതായത് ബാങ്കിങ് സെക്ടറിൽ നല്ല ഉഗ്രം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. HDFC ബാങ്ക് കിടിലം ബ്രേക്കൗട്ടായിരുന്നു. സോ കഴിഞ്ഞ കുറേ ദിവസത്തിന് ശേഷമുള്ള ഒരു കിടിലം ബ്രേക്കൗട്ട് HDFC ബാങ്ക് തന്നു. മാർക്കറ്റ് അത് കൃത്യമായിട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ അമേരിക്ക മാർക്കറ്റിൽ വന്ന ഡേറ്റാസ് ഒക്കെ കുറച്ച് നെഗറ്റീവാണ്. അതായത് ISMൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓർഡേഴ്സ് -2 +2 ആയത് അത് പോസിറ്റീവായ കാര്യമാണ്. ഡ്യൂറബിൾ ഗുഡ്സിന് ഡിഫൻസ് വന്ന അതും പോസിറ്റീവായ കാര്യം. ISM മാനുഫാക്ചറിങ്ങിൻ്റെ എംപ്ലോയ്മെൻറ്റ് ആക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ നോൺ മാനുഫാക്ചറിങ് ന്യൂ ഓർഡേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചറിങ് നോൺ മാനുഫാക്ചറിങ് ഫീ 56 നിന്ന് 52 വന്നിട്ടുണ്ട്. പക്ഷേ മാനുഫാക്ചറിങ് പ്രൈസസ് 58.21 നിന്ന് 15.21. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡേറ്റയും ബാക്കി എല്ലാ നെഗറ്റീവ് ഡേറ്റയാണ് അമേരിക്കൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. പക്ഷേ അമേരിക്കൻ മാർക്കറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നാസ്ഡാക്ക് പുതിയൊരു ഹൈയിലേക്ക് പോകുന്നുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് റണ്ണവേ പോകുന്നുണ്ട്. അതുകൂടാതെ ഡൗ ജോൺസ് അപ്പിലാണ്, നമ്മുടെ S&Pയും അപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവിൽ നിൽക്കുന്നത്. നമ്മുടെ നിഫ്റ്റി ഈ സമയം നോക്കുമ്പോൾ ഏകദേശം പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 561 ഭാഗത്താണ്. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഒരു 523 ഭാഗത്ത്. അതായത് ചുരുക്കി പറഞ്ഞാൽ 35 പോയിന്റ് മൈനസിലേക്കാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വേൾഡ് മാർക്കറ്റിൽ വേറെ കലങ്ങി തിരിഞ്ഞുള്ള അന്തരീക്ഷ കാലാവസ്ഥകളൊന്നുമില്ല. വേൾഡ് മാർക്കറ്റ് എല്ലാം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ RBIയുടെ മീറ്റിംഗ് തുടങ്ങി. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ മീറ്റിംഗ് തുടങ്ങിയിട്ട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. റിസർവ് ബാങ്കിൻ്റെ മീറ്റിംഗ് തുടങ്ങി. ശക്തികാന്ത് ദാസ് പുള്ളിക്കാരൻ്റെ 2ാമത്തെ ടേം കഴിയാൻ പോകും. ഡിസംബർ 10 സെക്കൻഡ് ടൈം കഴിയാൻ പോവുകയാണ്. സോ 2 പ്രാവശ്യമായിട്ട് അദ്ദേഹം 6 വർഷമായിട്ട് RBIയുടെ ഗവർണർ സ്ഥാനത്ത് നിന്നിരിക്കുകയാണ്. അതുകൂടാതെ പുതിയൊരു ഗവർണർ നിശ്ചയിക്കുമ്പോൾ ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയാണ് പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. ആ ഒരു കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റ് ഇതുവരെ നടന്നിട്ടില്ല. അതുകൂടാതെ ഇദ്ദേഹത്തിന് ടെനർ നീട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അവ്യക്തതയും കിടക്കുന്നു. 3ാമത്തെ ഒരു കാര്യം അദ്ദേഹത്തിന് നെഞ്ചുവേദന പ്രകാരം ചെന്നൈയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനെ 3-4 കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഈ RBI മീറ്റിങ്ങിൽ ആരാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? ശക്തികാന്ത് ദാസ് അദ്ദേഹമാണോ വരുന്നത്, അതോ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? അദ്ദേഹത്തിന് ടേം കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ അവ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. സോ ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച 6-ാം തീയതിയാണ് RBIയുടെ ഔട്ട്കം വരാവുന്നത്. ഈ ഔട്ട്കമ്മിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷ വച്ചുകൊണ്ടാണ് വിപണി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ RBIയുടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഡിസംബർ 6-ന് RBIയുടെ ഔട്ട്കം ഉണ്ട്. അപ്പം 6.5 ഇപ്പോഴത്തെ CRR റേറ്റ്. അത് ഇപ്പോൾ 6.25 ആക്കുന്നോ 6.35 ആക്കുന്നൊക്കെ ഒരു സൂചനയൊക്കെ മാർക്കറ്റിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ മാർക്കറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് വന്നിട്ടില്ല എങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഞാൻ ബാങ്ക് നിഫ്റ്റി 54,000 എത്തുമോ, നിഫ്റ്റി 24,840 എത്തുമോ എന്ന് ചോദിച്ചുള്ള ആൻസർ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ വെച്ച് കണക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിയേറ്റീവ് ടെക്കിന്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ആദ്യത്തെ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എഫ് പീരീഡിൽ ഫെയിൽഡ് ഓർ ഫാസ്റ്റ് മൂവിങ് ആയ എഫ് പീരീഡിൽ അവൻ താഴേക്ക് ഇറങ്ങി ഐബിയേഷൻ തന്ന് ഒറ്റയടിക്ക് ഹാഫ് ടാഗർ വിത്തിൻ ദ സെക്കൻഡ് തന്ന് സിംഗിൾ പ്രിന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കയറിപ്പോയായിരുന്നു ആശാൻ. ചുരുക്കി പറഞ്ഞ പി ഒ സി നിൽക്കുന്നത് 24,619 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. സോ ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്ത് നിന്ന് അവൻ സപ്പോർട്ട് എടുത്തു, ഇന്നലത്തെ വാല്യൂരിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്തു. ആ ഭാഗത്തിന് മുകളിലൊക്കെയാണ് ആക്ഷൻ ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. 24,619 നമ്മുടെ പി ഒ സി. സോ നിങ്ങൾ അപ്പോൾ ഞാൻ ആ പി ഒ സി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താണ് പി ഒ സി മാർക്ക് പറ്റിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാൻ ഈ പി ഒ സി മാർക്ക് ചെയ്യാൻ നിഫ്റ്റിയുടെ 24,619 എന്നെ സംബന്ധിച്ചുള്ള പി ഒ സി. അപ്പോൾ ഞാൻ ആദ്യം ഇത് മാർക്ക് ചെയ്യാം, വരയ്ക്കുന്നു. 24,619 വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, 24,619 ആണ് ഇന്നത്തെ പി ഒ സി. സോ നാളെ ഈ പി ഒ സിക്ക് മുകളിൽ നിന്നാൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓർത്തുകൊള്ളുക, ഈ പി ഒ സിയുടെ മുകളിൽ നിന്നാൽ മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പി ഒ സിയുടെ കളർ ഞാൻ മാർക്ക് ചെയ്യാൻ കൊടുത്തു. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കാം. ഇന്ന് വന്ന 705 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി ബുള്ളിഷ് റെഫറൻസ് പറയുന്നു. സോ 24,705 കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,705 മുകളിലാണ് ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നത്. 705 മുകളിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. സോ ബുള്ളിഷ് റെഫറൻസ് വയ്ക്കാനുള്ള കളർ ഞാൻ കൊടുത്തു, മാർക്ക് ചെയ്ത് വെച്ചു. സോ 705 മുകളിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 24,776 എന്ന് പറയും ഈ ഒരു ലെവൽ. 24,776 24,776 R1 ആണ് എന്നെ സംബന്ധിച്ചുള്ള R1 ആണ്. R2 എന്ന് പറയുമ്പോൾ 24,827 24,827. സോ R2 എന്ന് പറയുമ്പോൾ 24,827 എന്ന് പറഞ്ഞ ഭാഗവും അതിന് മുകളിൽ R3 എന്ന് പറയുമ്പോൾ ഈ 24,862 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം 24,862 അത്ര ക്ലിയർ ആയാലോ. 24,862 ആണ് എന്നെ സംബന്ധിച്ചുള്ള R3. സോ മാർക്കറ്റ് ഈ ഭാഗത്ത് തന്നെ നിൽക്കാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്തെങ്കിലും മൂവ്മെന്റ് പ്രതീക്ഷിച്ച് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണെങ്കിൽ കൂടി എന്തെങ്കിലും മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, മറ്റന്നാളേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ മാക്സിമം പോയ 24,862 ഭാഗത്ത് വേറെ എന്തെങ്കിലും ഒരു എന്തുവാണ് അൺവൈൻഡിങ് ഭാഗം ഓപ്പൺ ടെസ്റ്റിന് അൺവൈൻഡിങ് നടക്കണമെങ്കിൽ മാത്രം സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ മിക്കവാറും ഒക്കെ R1-നും നമ്മളെ ബെയറിഷ് റെഫറൻസിന് ഇടയ്ക്ക് നിൽക്കാനുള്ള ചാൻസ് കൂടുതൽ. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് 24,500 എന്ന് പറഞ്ഞ ഒരു ഭാഗം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് റെഫറൻസ്, അതായത് സിംഗിൾ പ്രിന്റ് വന്ന ഭാഗമാണ്. സോ 24,500 24 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,500 24,500 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ മാർക്കറ്റ് ഡിപ്പ് വരാൻ ചാൻസ്. 24 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,440 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 24,440 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ് S1. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു 24,440. അതിന് താഴെ അടുത്ത വരാൻ പോകുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളുക 24,382 ആണ് സെക്കൻഡ് ടാർഗറ്റ്. 24,382 ആണ് സെക്കൻഡ് ടാർഗറ്റ്. 24,382 ആണ് എന്നെ സംബന്ധിച്ച സെക്കൻഡ് ടാർഗറ്റ്. ഇതിനകത്ത് നിന്ന് കളിക്കാനായി എനിക്ക് മാക്സിമം സാധ്യത ഞാൻ കാണുന്നുള്ളൂ. സോ മാർക്കറ്റ് ഒന്നുമെങ്കിൽ നമ്മളെ ബെയറിഷിനും ബുള്ളിഷിനും ഇടയ്ക്ക് നിന്ന് കളിക്കും, ഇല്ല എങ്കിൽ ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് വെച്ചേക്കുക. ഇതിനപ്പുറത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നാളത്തേക്ക് മൂവ്മെന്റ് വരണമെങ്കിൽ മറ്റന്നാൾ വരാം. സോ ഇതാണ് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ഒരു ലെവൽ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. സോ നിങ്ങൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി വന്നിരിക്കുന്നത്
53,190 എന്ന് പറഞ്ഞ ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ബ്രിഡ്ജിന് പി ഒ സി ആയി 53,415 മുകളിൽ അവന് ക്ലോസ് ചെയ്യാൻ ആ ഭാഗത്തെ അടുപ്പിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഈ ഒരു ടാർഗറ്റായ 54,000 എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സി വിർജിൻ പി ഒ സിയുടെ ഭാഗത്തേക്ക് റിട്രേസ്മെൻറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എനിക്ക് കുറച്ച് ജലദോഷം ചുമയൊക്കെ ആയതുകൊണ്ട് ആ ഒരു ചുമയുടെ ഭാഗം ഒന്ന് ക്ഷമിച്ചേക്കുക. സോ 53,415 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,000 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തായത് ആ തമ്പനയിൽ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു കേസിനെ കുറിച്ച് വച്ചേക്കുന്നത്. സോ ഇന്നത്തെ പി ഒ സി എത്രയാണ്? 53,190 നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. ഞാനത് ലെവലൊന്ന് മാർക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. കൃത്യമായി നോക്കുക. നാളെ ബാങ്ക് നിഫ്റ്റിക്ക് മുമ്പേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള മുമ്പേ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കുന്നു. സോ 53,190 53,190 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. 53,190 എന്ന് പറഞ്ഞാൽ പി ഒ സി. ക്ലിയർ ആയല്ലോ? നമ്മുടെ പി ഒ സി അവിടെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 53,500 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. എത്രയാണ്? 53,500. അത് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളിനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ 53,500 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ഓർത്തുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 53,685. ഫസ്റ്റ് ടാർഗറ്റ് 53,685. R1 എന്ന് പറയുമ്പോൾ 53,685. അതിന് മുകളിൽ R2 എന്ന് പറയുമ്പോൾ R2 നിൽക്കണേ. അതിന് മുകളിൽ R2 53,810. 53,810 53,810 ആണ് R2. അതിന് മുകളിൽ R3 എന്ന് പറയുമ്പോൾ ഈ ഒരു പി ഒ സി 54,060 എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് ടെൻസ് ചെയ്യാം. ഓക്കെ, 54,060 അതാണ് മാക്സിമം. ഞാൻ പറഞ്ഞ 54,000 ചോദിച്ചത് 53,000. R3 എന്ന് പറയുമ്പോൾ 54,060. ക്ലിയർ ആയാലും നിങ്ങളെ മനസ്സിലോർത്തുള്ളൂ. 53,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ 54,000 ആ ലെവലിലേക്ക് എത്താനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലുള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്തുകൊള്ളുക, ഇന്നലത്തെ പി ഒ സിക്ക് താഴെ മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പോൾ 52,865 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. സോ 52,865 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ക്ലിയർ ആയല്ലോ? സോ ഫസ്റ്റ് അത് 52,860. അപ്പോൾ 50,860 താഴെ ഫസ്റ്റ് ആയിട്ട് എത്രയാണ്? 52,765 ഈ സിംഗിൾ പ്രിന്റ് 52,765. S1 എന്ന് പറയുമ്പോൾ 52,764. അത് കൃത്യം ഓർത്തോളൂ. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. താഴെ പൊട്ടുകയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് അതാണ്. അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്ത ടാർഗറ്റ് തന്നെ 52,675. ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് 52,629. 52,629. 52,629 ആണ് സെക്കൻഡ് ടാർഗറ്റ്. അതിന് താഴെ അടുത്ത വരുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നേരെ ഓർത്തോളുക 51,524. എത്രയാണ്? 51,500 എന്ന് പറഞ്ഞ ഭാഗം. അടുത്ത് നമ്മളെ മെനിങ്ങാന്നത്തെ പി ഒ ഇതാണ്. S3 എന്ന് പറയുമ്പോൾ 52,500. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് ഒരു മുന്നേ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് ഞാൻ കാണുന്നില്ല. നിങ്ങൾ വ്യക്തമായി ഈ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ രീതിക്കുള്ള ട്രേഡിംഗ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റിക്ക് നോക്കേണ്ടത്. ഫിൻ നിഫ്റ്റി നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ ഒരു വലിയൊരു മൂവ്മെൻറ്റും പ്രതീക്ഷയില്ലെങ്കിൽ കൂടി ഫിൻ നിഫ്റ്റിയിലും ഒരു എന്തുവാണ് നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. പി ഒ സി മുകളിലേക്ക് മെർജ് ചെയ്തൊരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് ഉള്ളത്. സോ 24,638 ആണ് ഇന്നത്തെ പി ഒ സി ഫിൻ നിഫ്റ്റിയുടെ. 24,638 ആണ് ഫിൻ നിഫ്റ്റിയുടെ പി ഒ സി. 24,638 ആണ് പി ഒ സി. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് 24,693 അല്ലെങ്കിൽ 24,733 മുകളിൽ മാത്രമേ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 24,006 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,733 മുകളിൽ മാത്രമാണ് ഒരു ബുള്ളിഷ് റെഫറൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിക്ക് ഒരു ബൈ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആ ബൈ വേണമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിന്നിൽ 24,000
24,800 ഫസ്റ്റ് ടാർഗറ്റ് 24,800 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ്. അതിന് മുകളിൽ എത്രയാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം സെക്കൻഡ് ടാർഗറ്റ് 24,881 തരാനുള്ള ചാൻസ് ഫിൻ നിഫ്റ്റിക്ക് കൂടുതൽ. 24,881 തരാനുള്ള ചാൻസ് ഫിൻ നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ഓർത്തോടുക. ഇനി ഫിൻ നിഫ്റ്റിക്ക് ഇനി താഴോട്ട് വരാണെങ്കിൽ ഫിൻ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് താഴോട്ട് വരാണെങ്കിൽ ഇന്നത്തെ ഇത് 24,456 ബെയറിഷ് റെഫറൻസ്. 24,456 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,456 ഫിൻ നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ നിങ്ങൾ സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് താഴെ വരുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 24,398 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC 24,398 ആണ് ഇന്നലത്തെ POC. ആ POCയുടെ ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് എന്ന് വരുമ്പോൾ സമയത്ത് 24,300 എന്ന് പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഭാഗത്ത് 24,300 24,300 S2 എന്ന് പറയുമ്പോൾ 24,300 ഈ ഒരു ലെവലിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഞാൻ മാക്സിമം 24,300 താഴെ പ്രതീക്ഷിക്കുന്നില്ല. സോ ഇത് നിങ്ങൾ വ്യക്തമായി ഈ ചാർട്ട് മാർക്ക് വെച്ചേക്കുക. മാർക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ്. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.